നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം PM കിസാനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം, കാർഷിക വൃത്തി ചെയ്യുന്ന ആളുകൾക്ക് വർഷത്തിൽ 3 ഗഡുക്കളായി 6000 രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു PM കിസാൻ പദ്ധതി. അതിൽ 15 ഗഡുവാണ് ഇപ്പോൾ സർക്കാർ 2000 രൂപയായിട്ട് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പല ആളുകൾക്കും ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് പൈസ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സമയത്ത് പൈസ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇനി 4000 രൂപയായിരിക്കും ഗഡുക്കളായിട്ട് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഇതിനെല്ലാം കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. തികച്ചും ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അപ്ഡേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. പല കാരണങ്ങൾ കൊണ്ടാണ് പല ആളുകൾക്കും പണം എത്താത്തത്. ആധാർ കാർഡ് കറക്റ്റായി അപ്ഡേറ്റ് ചെയ്യാത്തത് കാരണം, അതുപോലെ തന്നെ ആധാറുമായി OTP ലിങ്ക് ചെയ്യാത്ത ആളുകളുണ്ട്, EKYC ചെയ്യാത്ത ആളുകളുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് പല ആളുകൾക്കും ഇതിൽ പണം ലഭിക്കാത്തത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒന്നുകിൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ചെന്ന് കഴിഞ്ഞാൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പണം ലഭിക്കാത്തതെന്ന് അറിയാൻ സാധിക്കും. പല ആളുകൾക്കും ഇതിൽ EKYC കംപ്ലീറ്റ് ചെയ്യാത്തത് മൂലമാണ് പണം ലഭിക്കാത്തതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. നമ്മുടെ ആധാർ കാർഡും കൊണ്ട് നമുക്ക് ഓൺലൈൻ തന്നെ ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകളിൽ ചെന്ന് PM കിസാനിൻ്റെ EKYC കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാത്ത ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അങ്ങനെ പല ആളുകൾക്കും പണം വരാത്തതുണ്ട്. അങ്ങനത്തെ ആളുകൾ അവരിപ്പോൾ ഏത് ബാങ്കിലേക്കാണോ അവരുടെ PM കിസാനുമായി ലിങ്ക് ചെയ്തത് അത് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുക. എന്നീ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പണം വീണ്ടും വരാൻ സാധിക്കും. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ചില അപേക്ഷകളുണ്ടെങ്കിൽ നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത EKYC കംപ്ലീറ്റ് ചെയ്ത അക്കൗണ്ടിൽ മാത്രമായിരിക്കും നമുക്ക് വരിക. മറ്റത് ലാപ്സായി പോകുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇനി 6000 രൂപയ്ക്ക് പകരം 12000 രൂപയായിരിക്കും ഇനി ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. സർക്കാർ അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. അതുപോലെ തന്നെ PM കിസാൻ അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.